ശരീരം തളർന്നു പോകും പോലെ തോന്നിയതും സീത റോഡിന്റെ സൈഡിലെ മതിൽക്കെട്ടിൽ ചാരി നിന്നു. ഈ ഒരു വർഷം വിഡ്ഢിവേഷം കെട്ടി ആ വലിയ വീട്ടിൽ AC-യുടെ തണുപ്പിൽ ഒന്നും അറിയാതെ ഞാൻ ജീവിക്കുമ്പോൾ ഈ പൊരിവെയിലത്ത് എൻ്റെ അച്ഛൻ, ദൈവമേ! അവൻ തള്ളിക്കളഞ്ഞപ്പോഴോ കഴുത്തിൽ കിടന്ന മാല ഊരി മാറ്റുമ്പോഴോ ഇതുപോലെ ഹൃദയം നുറുങ്ങുന്ന വേദന അവൾക്ക് തോന്നിയില്ല. കണ്ണുകൾ തുടച്ച് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ നോക്കി. ഒരു വലിയ ഹോട്ടലാണ്. മാധവൻ ഒരു ബോർഡും പിടിച്ചു നിൽക്കുന്നു. ഓരോ വണ്ടിക്കും നടന്നു പോകുന്ന ആൾക്കാർക്ക് നേരെ ബോർഡ് ഉയർത്തി കാണിക്കുന്നു. ബിരിയാണി റെഡി, ഊണ് റെഡി. ഇടയ്ക്ക് ഒറ്റക്കാൽ നിലത്തൂന്നിക്കൊണ്ട് മറുകാൽ ഉയർത്തുന്നു. അവൾ ആ കാലിലേക്ക് നോക്കി. ഒരു സിൽപ്പർ ചെരുപ്പാണ്. അതിനെ ചെരുപ്പെന്ന് വിളിക്കാൻ കഴിയില്ല. വിയർപ്പിനാൽ ഷർട്ട് കുതിർന്നു പോയിട്ടുണ്ട്. സങ്കടത്തോടെ നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ആ അച്ഛൻ്റെ രൂപം ഊർജം പോലെ പ്രവഹിച്ചു. നാളെ കൊച്ചിക്ക് പോകുന്നു. ഈ ജോലി എനിക്ക് വേണം. കിട്ടിയില്ലേൽ പഠിപ്പൊക്കെ മാറ്റിവെച്ച് വീട്ടുപണിയെങ്കിലും എടുക്കും. എന്നെ ആശ്രയിച്ച് 3 വയറുണ്ട്. അവർ സങ്കടപ്പെടാൻ പാടില്ല. സന്ധ്യയ്ക്ക് നിലവിളക്കിന് മുന്നിലിരുന്ന് അച്ചമ്മ നാമം ജപിക്കുന്നുണ്ടെങ്കിലും കണ്ണ് ലക്ഷ്മിയിലാണ്. സിദ്ധുവും ബെരികിനെ പോലെ നടക്കുന്നുണ്ട്. എടാ ചെക്ക, വയ്യാത്തതല്ലേ, ഇങ്ങനെ കുതിക്കാതെ പതിയെ നടക്ക്, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. ഓ, ഇപ്പോഴല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റൂ? എനിക്ക് ഒരുപാട് മോഹങ്ങളുണ്ട്. അതെല്ലാം തീർക്കണം. പിന്നെ സാധിച്ചില്ലെങ്കിലോ? ദേ സിദ്ധൂട്ടാ, ത്രിസന്ധ്യയ്ക്ക് വേണ്ടാധീനം പറയരുത്. അവൾ അവന് നേരെ കൈ ഉയർത്തി. സിദ്ധു പുഞ്ചിരിച്ചു. എൻ്റെ മോൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കും, നോക്കിക്കോ. ഈ ഇരിക്ക വിളക്കാണ് സത്യം. അവൾ വിളക്കിലേക്ക് നോക്കി കണ്ണടച്ചു പിടിച്ചു. ദേ ചേച്ചി, അച്ഛൻ വരുന്നു. ഏന്തി വലിഞ്ഞു നടന്നു വന്ന മാധവൻ മകളെ കണ്ടതും ഒന്ന് നിന്നു. എന്താ അച്ഛാ, ഇത്രയും നേരം കടയിൽ പണിയുണ്ടോ? ആ, ഇന്ന് ലോഡ് വന്നു. ഞാൻ ഇറക്കി വെക്കണ്ട, പിന്നെ കൂടെ നിന്ന് വെക്കാനുള്ള സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തു. ഗോഡൗൺ അല്ലേ, ഇരുട്ടിയത് അറിഞ്ഞില്ല. അയാൾ കയ്യിലിരുന്ന കവർ സിദ്ധുവിൻ്റെ കയ്യിൽ കൊടുത്തു. ബിരിയാണിയാ, നിങ്ങൾ 3 പേരും കൂടി കഴിക്ക്, ഞാനൊന്ന് കുളിക്കട്ടെ. ചേച്ചി എന്താലോചിച്ചിരിക്കുക? അച്ഛന് മാറ്റി വെച്ചിട്ട് നമുക്ക് കഴിക്കാം, വാ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ചേച്ചിക്ക് വേണ്ട, മോൻ കഴിക്ക്. മാധവൻ കുളിച്ചു വന്നു. ദാ അച്ഛാ, ചേച്ചിക്ക് വേണ്ടാന്ന്. അയാൾ മകൾക്ക് അടുത്തിരുന്ന് ഒരു പിടി ചോറ് അവൾക്ക് നേരെ നീട്ടി. ഉച്ചയ്ക്ക് കിട്ടിയത് കഴിക്കാതെ ഇങ്ങ് കൊണ്ടുവന്നു അല്ലേ അച്ഛാ? മോളെ, ഹോട്ടലിലെ പാത്രങ്ങളും കഴുകി കൊടുത്തു കാണും. എല്ലാത്തിനും കൂടി 300 രൂപ. വേണ്ടിയിരുന്നില്ല അച്ഛാ. മാധവൻ സിദ്ധുവിനെ രൂക്ഷമായി നോക്കി. അവൻ കൈമലർത്തി. ഞാൻ കണ്ടു എൻ്റെ കുഞ്ഞെ, ഉച്ചവേല് ചെറുതായിട്ട് കൊള്ളും. അത് അച്ഛനൊരു പ്രശ്നമല്ല. അവൾ അമർത്തി മൂളി. ഒരു ജോഡി ചെരുപ്പെടുത്ത് നിലത്തിട്ടു. ആ ചെരുപ്പ് കളഞ്ഞേക്ക്, ഇനി വേണ്ട. വിതുമ്പലോടെ റൂമിലേക്ക് നടന്നു. നാളെ ഞാൻ കൊച്ചിക്ക് പോവാം. അവിടെ ഒരു ജോലി ശരിയായി. ഇന്ന് തന്നെ ബയോഡേറ്റ മെയിൽ ചെയ്തു. നാളെ കഴിഞ്ഞ് പിറ്റേന്ന് ഇൻ്റർവ്യൂ ആണ്. ആണോ ചേച്ചി? ചെക്കന് വലിയ സന്തോഷം. എൻ്റെ മോൻ്റെ സർജറി 1 വർഷത്തിനകം നടത്താം. അതുവരെ കോളേജിലേക്ക് പോകണ്ട. വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. ഗുളിക സമയത്തിന് കഴിക്കണം. അടുത്ത മാസം ലീവിന് ചേച്ചി വരും. അപ്പോൾ ചെക്കപ്പിന് പോകാം. ആ കണ്ണിൽ പ്രതീക്ഷ നിറയ്ക്കുമ്പോൾ അതാണ് അവൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം കൂട്ടുന്നതെന്ന് അവൾക്ക് നന്നായി അറിയാം. ഒന്നടങ്ങടി, അവൻ്റെ മുരൾച്ച അരക്കെട്ടിൽ മുറുകെ പിടിക്കുമ്പോൾ വേദനയിൽ അവൾ പൊളഞ്ഞുപോയി. എരിവ് വലിക്കുന്നവളെ തല ഉയർത്തി നോക്കി. ഓ, ഞാൻ പറഞ്ഞതാ വയ്യാത്ത പണിക്ക് വരണ്ടാന്ന്. അവളുടെ കൂർത്ത നോട്ടം അവനെ തേടിയെത്തി. ഞാൻ മതി, മറ്റാരും അതെനിക്കിഷ്ടമല്ല. വീറോടെയാണ് അവൾ പറഞ്ഞത്. പെട്ടെന്ന് കവിളിൽ കുത്തിപ്പിടിച്ചു. അവൻ്റെ ബലിഷ്ഠമായ കൈ നൽകുന്ന വേദനയിൽ കണ്ണുകൾ നിറയുന്നു. എനിക്ക് അങ്ങനെ അല്ലല്ലോ മോളെ, അത് നിന്റെ ആഗ്രഹം മാത്രമാണ്. എടാ, ഈ 1 വർഷം മാത്രം, അത്രയുള്ളൂ. എന്തോ ഇപ്പം തന്നെ മടുത്തു തുടങ്ങി. ഇനി 6 മാസം നിന്നെ ചുമക്കണ്ടേ? പുച്ഛത്തോടെ പറയുന്നവനെ ദേഷ്യത്തിൽ നോക്കി. കാലനെ പോലെ ഉറക്കെ ചിരിച്ചുകൊണ്ട് കഴുത്തിടുക്കിൽ മുഖം പൂഴ്ത്തി. ദന്തങ്ങൾ നൽകുന്ന വേദന അവനറിയാതെ കടിച്ചമർത്തി. 1 വർഷമോ? നിന്നെ ഞാൻ അങ്ങനെ വിടുവോ? ഒരു ലക്ഷ്യത്തോടെ നിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ടേൽ നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. ഡാഡിക്ക് കൊടുത്ത വാക്ക് ശീതൾ പാലിക്കും. അവൻ അകന്നു മാറുമ്പോഴും അവൾ അനങ്ങാതെ കിടന്നു നിമിഷങ്ങളോളം. എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ ശീതളെ, അവളെ നോക്കി ചെറു ചിരിയോടെ പറഞ്ഞു.
അവൻ്റെ കളിയാക്കിയുള്ള സംസാരം. അതെന്താ അങ്ങനെ? ആ, ഞാനിങ്ങനെ എ ലവ് ബേർഡ് കണ്ടിട്ടില്ലേ, ദേശാടന പക്ഷികളെ. എനിക്ക് അതുപോലെ ആകണം, ഇങ്ങനെ പറന്ന് നടക്കണം. ഓരോ കാലാവസ്ഥ, പുതിയ രുചിയിടങ്ങൾ, നല്ല രസമായിരിക്കും. അവൾ പല്ല് കടിച്ചു പിടിച്ചു. എന്നെ കൂടെ കൂട്ടുവോ? അടുത്ത നിമിഷം ശീതൾ നിലത്ത് വീണിരുന്നു. പോകാൻ നോക്ക്. അവൻ്റെ കത്തുന്ന നോട്ടത്തിൽ അവൾ നിന്ന് വിറച്ചു പോയി. ഇത്രയേ ഉള്ളൂ നീ? എൻ്റെ ഒരു നോട്ടം പോലും താങ്ങാനുള്ള കെൽപ്പ് ശീതളിനില്ല. അവൾ ഒരടി ചലിക്കാതെ അങ്ങനെ തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അവൻ പില്ലോയിൽ മുഖം അമർത്തി കിടന്നു. ഇത് അഭിമന്യു വർമ്മ, നിനക്ക് തെറ്റുപറ്റി. പ്രലോഭനങ്ങളിൽ ഞാൻ വീഴില്ല, എനിക്ക് തോന്നണം. ബെഡ്ഷീറ്റ് എടുത്ത് നിലത്തേക്ക് വീശി എറിഞ്ഞുകൊണ്ടാണ് അവൻ പറഞ്ഞത്. അവൾക്ക് ലജ്ജ തോന്നിപ്പോയി. തണുത്ത വെള്ളം ദേഹത്തേക്ക് വീഴുമ്പോൾ ശീതളൊന്ന് ഉയർന്നു പൊങ്ങി, ഒരുതരം പുകച്ചിൽ പോലെ. ഇനി 6 മാസം, അതിനു മുന്നേ എങ്ങനെയും അവൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീഴണം. പിന്നെ വർമ്മ ഇൻഡസ്ട്രീസിൻ്റെ തലപ്പത്ത് ശീതളുണ്ടാകും, CEO അഭിമന്യുവിൻ്റെ ഭാര്യയായി. അതിനുശേഷമേ എൻ്റെ പപ്പ ആരെന്നും നീയും നിൻ്റെ തന്തയും അറിയൂ. അവൾ കണ്ണുകളടച്ച് വയറിൽ കൈ അമർത്തി ഫ്രഷായി തിരികെ ഇറങ്ങി. തോന്നുമ്പോൾ എൻ്റെ ഗസ്റ്റ് ഹൗസിൽ ഇനി വരാൻ പാടില്ല, ഞാൻ വിളിക്കും, അപ്പം മാത്രം. ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാലറ്റ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ട. ഔദാര്യം അഭിമന്യു സ്വീകരിക്കില്ല. അവൻ്റെ ചെന്നിയിലെ നീല ഞരമ്പുകൾ ഉയരുന്നത് കണ്ടതും വാലറ്റ് വാങ്ങി കുറച്ച് കാശെടുത്തു. എന്നെ ഇഷ്ടമല്ലേ? ശീതൾ വിക്കിപ്പോയി. എൻ്റെ മുന്നിൽ നിന്ന് പൂക്കുല പോലെ വിറയ്ക്കുന്ന നിന്നെ ഇഷ്ടപ്പെടാൻ എനിക്ക് ഭ്രാന്തല്ലേ? ഇതുപോലെ വിറയ്ക്കാത്ത ഒരുവളെയും ഈ 32 വയസ്സിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. അല്ല, അത്ര പേടിക്കാൻ വേണ്ടി എന്നിൽ എന്താ ഉള്ളത്? ബെഡിന് നേരെ കാണുന്ന കണ്ണാടിയിലേക്ക് നോക്കി ഇരുവശത്തെയും മീശ ഒന്ന് ഉയർത്തി വെച്ചു. താടിയിൽ കണ്ണുകൾ ഉടക്കുമ്പോൾ അവന് ചിരി വന്നു. സോ ബ്യൂട്ടിഫുൾ സ്മൈൽ. അറിയാതെ ശീതൾ ഉറക്കെ പറഞ്ഞു. ഗെറ്റ് ഔട്ട്. അവൻ്റെ അലർച്ച. രാത്രി ആ ആഡംബരക്കാർ ചീറിപ്പാഞ്ഞ് അകത്തേക്ക് കയറിയതും ഹാളിലിരുന്ന ജിതേന്ദ്രവർമ്മയുടെ മുഖമൊന്നിരുണ്ടു. ആടി കുഴഞ്ഞു വരുവാണ് മകൻ. അയാൾ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. അച്ഛൻ നിൽക്കുന്നത് പോലും അവന് കാണാൻ പറ്റുന്നില്ല. സ്റ്റെയർ കമ്പിയിൽ പിടിച്ചതും പിന്നിലേക്ക് മറഞ്ഞു. അയാളുടെ കൈകൾ മകനെ താങ്ങി. എന്താ അഫി ഇത്? രാത്രിയായാൽ നീ എന്താ ഇങ്ങനെ? ഓഹ് വിട്, നമുക്ക് നാളെ സംസാരിക്കാം ഡാഡി. ഇത് ഇവിടെ പറ്റില്ല അഭിമന്യു. പകൽ സംസാരിച്ചാൽ എല്ലാറ്റിനും നീ ഓക്കെ പറയും. രാത്രിയിൽ എൻ്റെ ഒപ്പം ആണേൽ ഒരു കുഴപ്പവും ഇല്ലല്ലോ. തനിച്ച് നിന്നെ പുറത്തേക്ക് വിടാൻ പാടില്ല, വർമ്മ ദേഷ്യത്തിൽ പറഞ്ഞു. ഹാ കൊള്ളാം, 32 വയസ്സുള്ള ചെക്കനെ പിടിച്ച് പൊതിഞ്ഞു വെച്ചോ. വർമ്മയ്ക്ക് പിന്നിൽ നിന്നും ഘനഗാംഭീര്യം ഒട്ടും ചോർന്നു പോകാത്ത സ്ത്രീശബ്ദം. അഭിമന്യുവിൻ്റെ ചുണ്ടിൽ ചിരിയൂറി. തല ചരിച്ച് ഡാഡിയെ നോക്കുമ്പോൾ അയാൾ മൗനമായി നിൽക്കുന്നു. എന്തു പറ്റി വർമ്മ സാറേ? പേടിച്ചു പോയോ? ഇന്ദുജ വർമ്മയെ ഇത്രയ്ക്ക് പേടിയാണോ? സ്റ്റോപ്പ് ഇറ്റ് അഫി, വർമ്മ പറഞ്ഞു. എന്ത് നിർത്താൻ? അവൻ പറയട്ടെ. ആൺപിള്ളേര് വളർന്നാൽ പറന്ന് നടക്കണം. ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നത് സർവ്വസാധാരണമാ, ഇന്ദുജ പറഞ്ഞു. അവൻ സ്റ്റെപ്പുകൾ കയറുമ്പോൾ ആ അച്ഛൻ്റെ കണ്ണുകൾ സങ്കടത്തിൽ നിറഞ്ഞുപോയി. എന്ത്, ഈ ശീലം മാത്രമാണോ? ദേ ഇന്ദു, ശാസിക്കേണ്ടയിടത്ത് ശാസിക്കുക തന്നെ വേണം. അവൻ്റെ സ്വഭാവം ശരിയല്ല. ഓ, അത് കല്യാണം കഴിയുമ്പോൾ മാറും. എൻ്റെ ഏട്ടൻ ഇങ്ങ് വന്നോട്ടെ. നിന്റെ ഏട്ടൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇവൻ്റെ കൂത്തിനെ താടാനോ? മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കല്ലേ വർമ്മ. ഇന്ദുജ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരുന്നു. അയാൾക്ക് കാര്യം മനസ്സിലായി. ഇവൻ്റെ അപ്പുറമാണ് നിന്റെ സഹോദരൻ്റെ മകൾ, അയാൾ കലിയോടെ പറഞ്ഞു. അതാണ്, നിധിമോളും അഭിയും ചേരും. ഒരേ സ്വഭാവക്കാർ. ഇന്ദുജ അഭിമാനത്തിൽ നിവർന്നിരുന്നു. ചേരും. മത്സരം വെച്ചാൽ 2 പേരും പിന്നിലേക്ക് പോകില്ല. നീയാ ചെക്കനെ നശിപ്പിച്ചത്. സ്നേഹം ആവാം, പക്ഷേ ഇതല്ല. അയാൾ ചാടിത്തുള്ളി റൂമിലേക്ക് പോയി. അച്ഛാ, ട്രെയിൻ വന്നു, ഞാൻ പോട്ടെ. സിദ്ധൂട്ടാ, സൂക്ഷിക്കണം. പിന്നെ അച്ഛാ, ഇനി ആ ജോലിക്ക് പോകണ്ട. മോൾക്ക് ജോലിയായി. ആദ്യ ശമ്പളം കിട്ടുന്നത് വരെ പോകാം. ഇല്ലേൽ വീട് പട്ടിണിയാകും. ലക്ഷ്മി മോളി. ലച്ചു വാടി, ഇനിയും നിന്നാൽ ട്രെയിൻ അതിൻ്റെ പാട്ടിന് പോകും, നിത്യ പറഞ്ഞു. അവൾ ട്രെയിനിൽ കയറി തിരിഞ്ഞ് അച്ഛനെ നോക്കി കൈവീശി. ചൂളം വിളി ശബ്ദത്തോടെ മുന്നിലേക്ക് കുതിക്കുന്ന ട്രെയിൻ. ലക്ഷ്മി വേദനയോടെ ചിരിച്ചു. എൻ്റെ ലച്ചു, കരയേണ്ട ഇടങ്ങളിൽ കരയുക തന്നെ വേണം.
ഇല്ലേൽ നെഞ്ച് പൊട്ടിപ്പോകും. പിന്നെ ദൂരെ എങ്ങും അല്ലല്ലോ, 5 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ കൊച്ചിക്ക്. രാത്രി 12 മണിയോടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നിത്യ. ഇവിടെ നിന്ന് എങ്ങനെ പോവും? എൻ്റെ പെണ്ണെ, ദേ അതാണ് സഞ്ജു, എന്നെ അവനാ പിക്ക് ചെയ്യാൻ വരാറ്. ഹായ്, ഇതാണോ നിത്യ പറഞ്ഞ ലച്ചു? അവൻ ലക്ഷ്മിക്ക് നേരെ കൈ നീട്ടി. അവളും കൈ കൊടുത്തു. നമുക്കെല്ലാം ശരിയാകാട്ടോ. ബയോഡേറ്റ് ഇന്നലെ നൈറ്റ് തന്നെ ഞാൻ അയച്ചു. വർമ്മ സാറിൻ്റെ മകൻ്റെ പേഴ്സണൽ ഐഡിയിലാണ് ഇട്ടത്. ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. വർമ്മ സാറിനോട് അവൻ പറയും. ഉറപ്പായും തനിക്ക് ഈ ജോലി കിട്ടും. താങ്ക്സ് സഞ്ജു. ശമ്പളം കിട്ടുമ്പോൾ ഫുഡ് മേടിച്ചു തരണം. താങ്ക്സ് ഇവിടെ പോകില്ല. ചിലവ് ചുരുക്കി ഞങ്ങളെ പറ്റിക്കണ്ട. അവൻ ഫ്രണ്ട്ലിയായി സംസാരിക്കുന്നു. ചെറിയൊരു മതിൽക്കെട്ടിനകത്താണ് വീട്. ഫ്രണ്ട് ഡോർ തുറന്ന് അവർ അകത്തേക്ക് കയറിയതും സഞ്ജു ബായ് പറഞ്ഞു പോയി. എങ്ങനെയുണ്ട് എൻ്റെ സെലക്ഷൻ? സഞ്ജു നല്ല പയ്യനാ, മനുഷ്യത്വമുണ്ട്. അവനും നിന്നെ പോലെയാ. അച്ഛനില്ല, അമ്മയാ വളർത്തിയത്. ഒരനുജത്തി, ആള് ചെറുതാ, 10ൽ പഠിക്കുന്നു. അച്ഛൻ ഉപേക്ഷിച്ചതോ മറ്റോ ആണ്. പെങ്ങളെ പഠിപ്പിക്കുന്നത് ഇവനാ. അതുകൊണ്ട് നിനക്കെൻ്റെ ചെക്കനെ കണ്ണു അടച്ച് വിശ്വസിക്കാം. നീ എന്താ നിത്യ അങ്ങനെ പറഞ്ഞത്? എനിക്ക് സഞ്ജുവിനെ വിശ്വാസാ. അത് ഞാൻ കണ്ടു. അവൻ കൈ നീട്ടിയപ്പോൾ നീ നിന്ന് പരിങ്ങിയത്. ലക്ഷ്മി വെളുക്കനെ ചിരിച്ചു. എല്ലാവരിലും യാദവിനെ കാണരുത്. പിന്നെ നാളെ, അയ്യോ സോറി, 12 മണി കഴിഞ്ഞു. ഇന്ന് 8 മണിക്ക് ഇറങ്ങണം. ഇവിടെ നിന്നും അരമണിക്കൂർ നടന്നാൽ മതി. പക്ഷേ 1 മണിക്കൂർ മുന്നേ ഇറങ്ങിയാലേ ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ ഒരു 15 മിനിറ്റ് മുന്നേ എത്താൻ കഴിയൂ. രാവിലെ ഡൈനിങ് ടേബിളിൽ തനിച്ചിരിക്കുമ്പോൾ വർമ്മയ്ക്ക് സങ്കടം തോന്നി. എല്ലാവരും ഉണ്ട്, പക്ഷെ ആർക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പോലും സമയമില്ല. ഇത്രയും തിരക്കുള്ള ഞാനെത്തി, പക്ഷെ വീടും മേക്കപ്പുമായി നടക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും സമയമില്ല. സൗന്ദര്യം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അത് തന്നെ മഹാഭാഗ്യം. സെർവൻസ് ആണ് ഫുഡ് പകർന്നു കൊടുത്തത്. അഭി വന്നില്ലേ? ഇല്ല സാർ, കോൾ ചെയ്തിരുന്നു. കട്ട് ഫ്രൂട്ട്സും നട്ട്സും എടുത്തു വെക്കാൻ പറഞ്ഞു. മറ്റൊരു സെർവൻ്റ് അവനുള്ള ഫുഡ് ടേബിളിൽ നിരത്തി വെച്ചു. വർമ്മ അതിലേക്ക് തല എത്തിച്ച് നോക്കി. ഇന്ന് മാറ്റമുണ്ട്. ഇല്ലേൽ ബ്രെഡും ചിക്കൻ പകുതി വേവിച്ചതും പശു തിന്നും പോലെ എന്തോ പച്ചിലയും ചേർത്ത് കഴിക്കുന്നത് കാണുമ്പോഴേ ഛർദിൽ വരും. സെർവൻസ് വായ പൊത്തിച്ചിരിച്ചു. ചിരിക്കണ്ട, ഇന്ദുജ കണ്ടാൽ അറിയാലോ. ആ പേര് പറഞ്ഞതും അവർ രണ്ടും കിച്ചണിലേക്ക് വലിഞ്ഞു. ഡാഡി ഗുഡ് മോർണിംഗ്. ഒരു ചെയർ നീക്കിയിട്ട് അവനിരുന്നു. അയാൾ മകനെ മൈൻഡ് ചെയ്തതേയില്ല. സംസാരിച്ചാൽ ശരിയാവില്ല എന്നറിയാവുന്നതുകൊണ്ട് അഭിമന്യുവും ഒന്നും മിണ്ടിയില്ല. വർമ്മ കൈ കഴുകി തിരികെ വരുമ്പോൾ അവൻ ടിഷ്യൂ പേപ്പറിൽ കൈ തുടയ്ക്കുന്നുണ്ട്. എല്ലായിടത്തും ഈ പേപ്പർ തന്നെ, വെള്ളം വേണ്ട. അയാൾക്ക് ചിരി വന്നു. അഭി, ഇൻ്റർവ്യൂ സമയത്ത് നീ വരില്ലേ? എൻ്റെ ആവശ്യമുണ്ടോ? ഡാഡിക്ക് അറിയാലോ. ഇന്നിനി പറ്റില്ല, ഒരു ചെറിയ ട്രിപ്പ്. ആളിനെ ഞാൻ നാളെ നന്നായി പരിചയപ്പെട്ടോളാം. വർമ്മ വല്ലായ്മയോടെ നിന്നതേയുള്ളൂ. ദേ ഇതാണ് ഓഫീസ്. ദ ഗ്രേറ്റ് വർമ്മ സാറിൻ്റെ സാമ്രാജ്യം. അവർക്ക് വേറെയും ഓഫീസുണ്ട്. മകനാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. ആള് ഹൈലി എഡ്യൂക്കേറ്റഡ്, US-കാരൻ ചെക്കൻ. പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതെന്താ? എടി ലച്ചു, നമ്മൾ വെറും എംപ്ലോയീസ് അല്ലേ. എപ്പോഴും സാറിൻ്റെ ഓഫീസ് റൂമിൽ കയറാൻ അനുവാദമില്ല. പിന്നെ ഈ ജോലി കിട്ടിയാൽ നിനക്ക് ഭാഗ്യമുണ്ട്. സാറിൻ്റെ പിന്നാലെ നടക്കാം വാല് പോലെ. അയ്യോ, ആ ചെക്കൻ്റെ PS ആയിട്ടാണോ? ചെക്കനെന്ന് പറയാൻ പറ്റില്ല ലച്ചു. സഞ്ജു പറഞ്ഞ കണക്കിനാണെങ്കിൽ ഒരു 32-33 വയസ്സ് വരും. ആള് സ്ട്രിക്റ്റ് ആൻഡ് പഞ്ച്വൽ. പാർക്കിങ്ങിൽ കിടക്കുന്ന കാറുകൾ, ലക്ഷ്മിയുടെ കണ്ണുകൾ ആ കറുത്ത കാറിൽ തന്നെ ഉടക്കി. ഇത് എന്നെ അന്ന് ഇടിച്ച കാറല്ലേ? ആയിരിക്കില്ല. എൻട്രൻസിലേക്ക് കയറി മുന്നേ തലയെടുപ്പോടെ നിൽക്കുന്ന ആ ബിൽഡിങ്ങിലേക്ക് വെറുതെ ഒന്ന് നോക്കി. വർമ്മ ഗ്രൂപ്പ്, ഇവിടെയാണ് അവളിലെ സീത പുറത്തു വരുന്നത് എന്നറിയാതെ പ്രാർത്ഥനയോടെ വലത് കാൽ വെച്ച് കയറി. ഇൻ്റർവ്യൂ ഹാളിന് മുന്നിൽ നിരത്തിയിട്ടിരിക്കുന്ന ചെയറുകളെല്ലാം നിറഞ്ഞിരിക്കുന്നു. അതും പോരാഞ്ഞ് കുറച്ചു പേർ നിൽക്കുന്നു. സീത എല്ലാവരെയും ഒന്ന് നോക്കി. PS-ൻ്റെ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ആരും സാരി ചുറ്റിയിട്ടില്ല. അവരുടെ കണ്ണുകളും തന്നിലാണ്. ഏതോ ഭീകര ജീവിയെപ്പോലെ നോക്കുന്നു. നിത്യ, ഞാൻ വീട്ടിൽ പോയാലോ? എന്താടി, ഈ ജോലി കൂടിയേ തീരൂ എന്ന് പറഞ്ഞു വന്നിട്ട്? അത് എനിക്ക് കിട്ടില്ല. നോക്കിയേ, അവരെയൊക്കെ പോലെയാണോ ഞാൻ? പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നാണം കെടാം, അത്ര തന്നെ. നിത്യയ്ക്കും ചെറിയൊരു സങ്കടമുണ്ട്. അവളത് പുറത്ത് കാണിച്ചില്ല.
നീ പ്രാർത്ഥിക്ക്, എല്ലാ ദൈവങ്ങളെയും വിളിക്ക്. ഒരു ജീവിതമല്ലേ നമുക്കുള്ളൂ. എല്ലായിടത്തും പരാജയം മാത്രമാവില്ല, വിജയിക്കാനുള്ള പിടിവള്ളിയും ദൈവം ഇട്ടുതരും. നമ്മൾ ശ്രദ്ധിച്ച് അതിൽ പിടിച്ച് കയറണം. ദിവ്യ പോയതും പ്യൂൺ ഓരോരോ പേരുകളായി വിളിക്കാൻ തുടങ്ങി. ലാസ്റ്റിലത്തെ പേരും വിളിച്ചു. ഇനി ഞാനാ. അവൾ തളർച്ചയോടിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എല്ലാവരും പോയി. എൻ്റെ പേര് വിളിച്ചില്ലല്ലോ, അതെന്താ? ആദിയോടെ എഴുന്നേറ്റു. ചോദിക്കണോ? വേണ്ട, പോകാം. അവൾ തിരിഞ്ഞു നടന്നു. സീതാലക്ഷ്മി! പിന്നിൽ നിന്നും പ്യൂണിൻ്റെ വിളി. സന്തോഷത്തിലോടി അയാൾക്ക് അരികിലേക്ക് ചെന്നു. സോറി കുട്ടി, സാറിൻ്റെ മോൻ ഇപ്പോഴാ മെയിൽ ചെക്ക് ചെയ്തത്. ആള് വന്നിട്ടില്ല. വർമ്മ സാറിനെ വിളിച്ചു പറഞ്ഞ് ഫോൺ ഇപ്പോൾ വെച്ചതേയുള്ളൂ. സാറ് വെയിറ്റ് ചെയ്യുക, ചെല്ല്. വല്ലാത്ത പരവേശം, എന്തോ ഒരു പേടി അവളിൽ നിറഞ്ഞു.